നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നറിയാം. ഞാനിപ്പോൾ ഒരു ഷിപ്പിലാണ്. അമേരിക്കയിൽ നിന്നും സൗത്ത് അമേരിക്കയിലെ ചില രാജ്യങ്ങളിലേക്ക് ഒരു ക്രൂയിസ് ഷിപ്പിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും പഴയ ഒരു വാഹനത്തിൻ്റെ കഥയാണ്. അതൊരു യമഹ RX100 ആണ്. 35 വർഷം മുമ്പ് എനിക്ക് അമ്മ വാങ്ങിച്ചു തന്ന ഒരു വാഹനമാണിത്. കുറച്ച് കാലമായിട്ട് അത് ഓടാതിരിക്കുകയായിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത്, നമ്മൾ വാഹനങ്ങളെ സ്നേഹിക്കുന്ന ആളായതുകൊണ്ട് ഒരിക്കലും യമഹ RX100 അങ്ങനെ എന്താ പറയുക ഉപയോഗിക്കാതെ വെക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ എനിക്കൊരു ഡിസ്ക് പ്രോബ്ലം വന്നിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഒരു ആയുർവേദ ചികിത്സ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അധികമൊന്നും ഈ 2 വീലർ അങ്ങനെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. കാരണം അത് ഡിസ്കിന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ സൈഡിൽ ഇരുന്ന് പോയി. പിന്നെ ബാറ്ററി പോയി, അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ട് അത് കുറച്ച് നേരമായിട്ട് അങ്ങനെ അനങ്ങാതിരുന്ന് പോയി. പക്ഷേ എന്തായാലും സെൻറ്റിമെൻറ്റ്സ് കാര്യമായിട്ടുള്ള ഒരു വാഹനമാണ്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയപ്പോൾ അമ്മ വാങ്ങിച്ചു തന്ന വാഹനമാണ്. അപ്പോൾ അത് നശിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ റീസ്റ്റോർ ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ചാൽ, 35 വർഷം മുമ്പ് കോട്ടയത്ത് പുരക്കൽ യമഹയിൽ നിന്നാണ് ഞാൻ ആ വാഹനം വാങ്ങിച്ചത്. അന്ന് എൻ്റെ സ്ഥിരം മെക്കാനിക്ക്, അവിടെ ഉണ്ടായിരുന്ന സ്ഥിരം മെക്കാനിക്ക് ഐസക്കാണ്. ഐസക്ക് പാമ്പാടിക്കാരൻ തന്നെയാണ്. ഐസക്കാണ് വർഷങ്ങളോളം ആ വാഹനം എടുത്ത് അന്ന് തൊട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്, അതിൻ്റെ എല്ലാ പണികളും തീർത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഐസക്ക് അവിടെ നിന്നൊക്കെ വിരമിച്ച് സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് വടവാതൂർ എന്ന സ്ഥലത്ത് നടത്തുകയാണ്. അപ്പോൾ ഞാൻ ഇത് റീസ്റ്റോർ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഐസക്കിനെ ബന്ധപ്പെട്ടു. ഐസക്ക് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുപോകാം, നമുക്കത് ഗംഭീരമാക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഐസക്കിനോട് പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, അതായത് ഇടിയൊക്കെ വിടുന്നല്ലോ, ഐസക്കിനോട് ഞാൻ ഒരേ ഒരു കാര്യമാണ് പറഞ്ഞത്, അതായത് നമ്മൾ വാങ്ങിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ ആക്കി തരണം എന്ന് പറഞ്ഞു. പൈസ നോക്കണ്ട എന്ന് പറഞ്ഞു. കാരണം യമഹയുടെ കാര്യത്തിൽ പൈസ നോക്കിയിട്ട് കാര്യമില്ല, വീണ്ടും ഇടി വിട്ടുന്നു. അപ്പോൾ പൈസ നോക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായ രീതിയിൽ ഗംഭീരമായിട്ടങ്ങ് റീസ്റ്റോർ ചെയ്തു. അതിൻ്റെ കഥയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അപ്പോൾ എറണാകുളത്ത് എൻ്റെ വീട്ടിലിരിക്കുന്ന RX100 ഒരു ട്രക്കിൽ കയറ്റി വടവാതൂർ കൊണ്ടുപോകുന്നത് തൊട്ട് നമുക്ക് ആ കഥ ആരംഭിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ നടുക്കടലിൽ നിന്നും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പൈസക്കെ അപ്പോൾ ഇതാണിപ്പം അവസ്ഥ. അപ്പോൾ നമ്മുടെ RX100 ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്ന് ഐസക്ക് പറഞ്ഞു തരും. കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതിരുന്നതിൻ്റെതായ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. എങ്കിലും ഒന്ന് കഴുകിയപ്പോൾ കുറേയൊക്കെ അങ്ങ് ക്ലീനായി. അപ്പോൾ ഞാൻ ഐസക്കിനോട് പറഞ്ഞിരിക്കുന്നത് ഈ നിറത്തിലേക്ക് മാറ്റി തരണം എന്നാണ്. ഈ നിറം തന്നെയായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ. പിന്നീട് ഐസക്ക് തന്നെയാണ് ഒരിക്കൽ ബ്ലാക്ക് ആക്കിയത്. ഇത് ഐസക്കിൻ്റെ നമ്മുടെ അതേ വർഷം വാങ്ങിച്ച RX100. ഇത് ഇപ്പോൾ ഇന്ന് രാവിലെ ഷോറൂമിൽ നിന്നും കൊണ്ടുവന്നാണെന്ന് തോന്നുള്ളൂ. ആ രീതിയിലാണ് ഇരിക്കുന്നത്. ഐസക്കിനെ ഞാൻ കാണാൻ തുടങ്ങിയ കാലത്ത് ഐസക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു RX100 പിന്നെ അത് ഓടിയ കിലോമീറ്ററൊക്കെ ശരിയാണെന്ന് നോക്കട്ടെ, 40,065 അതേ ഉണ്ടാവുകയുള്ളൂ. ഐസക്ക് പാമ്പാടിയിലെ വീട്ടിൽ നിന്നും വടവാതൂർ വർക്ക്ഷോപ്പിലേക്ക്, അതിനു മുമ്പ് കോട്ടയത്തെ വർക്ക്ഷോപ്പിലേക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നല്ലാതെ അങ്ങനെ ദീർഘദൂരമൊന്നും ഓടിയിരിക്കാനുള്ള സാധ്യതയില്ല. ഐസക്കെ, അപ്പം 9 വർഷത്തിന് ശേഷമാണെന്ന് തോന്നി ഈ വണ്ടി കഴുകിയത് പോലും. അതെ. എന്നിട്ട് എങ്ങനെയുണ്ട് കഴുകി കഴിഞ്ഞിട്ട്? എന്താ അതിനകത്ത് മുഴുവൻ മണ്ണും ചെളിയായിരുന്നു. കഴുകി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ചെയ്ത് 1 by 1 ആയിട്ട് പറഞ്ഞ് അഴിക്കുകയാണ്. അഴിച്ചിട്ട് പ്ലേറ്റ് ചെയ്യാനുള്ള സാധനം, പ്ലേറ്റ് ചെയ്യാൻ കൊള്ളാവുന്ന സാധനം പ്ലേറ്റ് ചെയ്യാൻ പോകും. അല്ലാത്ത സാധനം പെയിന്റ് ചെയ്യുന്ന സാധനം പെയിന്റ് ചെയ്യും. അപ്പം മൊത്തത്തിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? മൊത്തത്തിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു മൊത്തം പോയ ഒരു കണ്ടീഷനായത്. ചങ്കിക്കൊള്ളുന്ന വർത്താനാണല്ലോ. അത് വെച്ചാൽ അതുണ്ടല്ലോ, ഓൾറെഡി ഇതിനകത്ത് ചേസസ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ഐറ്റം മാറേണ്ടതാ. വീൽ റിം മാറണം, ടയർ മാറണം, ഫ്രണ്ടിലെ ഷോക്ക് അബ്സോർവർ, ഫ്രണ്ടിലെ ഷോക്കിന് ഇന്നർ ട്യൂബ് മാറണം, വീൽ റിം മാറണം, ഈ കേബിൾ കംപ്ലീറ്റ് മാറണം, ഹാൻഡിൽ ബാർ മാറണം, സ്പീഡോമീറ്റർ മാറണം, ബൈൽഗ്രാം മാറണം, ഇൻഡിക്കേറ്റർ മാറണം, ഹെഡ്ലൈറ്റ് മാറണം, ഹോൾ ഫുൾ ചേഞ്ചസാണ്. ഒറിജിനൽ പറയുകയാണല്ലേ, പിന്നെ ഫ്രെയിമും എഞ്ചിന്റെ കേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പെട്രോൾ ടാങ്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും? പെട്രോൾ ടാങ്ക് ഉപയോഗിക്കാം. പെട്രോൾ ടാങ്ക് ഇതായത് കണ്ടോ, സീറ്റ് കണ്ടോ,
ഇതാണ് സീറ്റിന്റെ അവസ്ഥ. ഓ അപ്പം ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സിന്റെ ഇതുണ്ടോ, ഈ കവറെല്ലാം പൊട്ടിപ്പോയി. എല്ലാം പൊട്ടിപ്പോയി. ഇത് പണ്ട് തൊട്ടേ അതങ്ങനെ ഇത്തിരി ഇളകിയിരുന്നതാണ്. പിന്നെ ഈ ചെയിൻ കവറൊക്കെ ആണെങ്കിൽ പഴയ ഇപ്പം ഈ ഒറിജിനൽ കിട്ടാനില്ലാത്തതുകൊണ്ട് ഈ ചെയിൻ കവർ തന്നെ റിപ്പയർ ചെയ്തിട്ടാൽ മതി. കണ്ടോ ചെയിൻ കവർ ഇവിടെ ഒരു ചെറിയൊരു ക്രാക്ക് മാത്രമല്ല, ഞാൻ കണ്ടായിരുന്നു. ഇതുണ്ട്, ഈ ഒരു ക്രാക്ക് മാത്രമേ ഉള്ളൂ. ഇത് പാച്ചർക്ക് ഇതെല്ലാം ചേർത്ത് പെയിന്റ് എടുത്താൽ ഇത് ഒറിജിനൽ കിട്ടത്തില്ല. ഇതാ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള സാധനം അത്. അതുപോലെ വേറെ വേണം ബൈജു എന്നറിയാം, ഇതിന്റെ റിയർ മൽക്കാടും ഫ്രണ്ട് മൽക്കാടും ഇപ്പൊ ഒറിജിനൽ വരത്തില്ല. ഒറിജിനലെ പോലെ നിൽക്കുന്ന ഒരു ടൈപ്പ് സാധനമുണ്ട്. അതായത് നമുക്ക് റീപ്ലേറ്റ് ചെയ്യണോ അതോ വന്ന പ്ലേറ്റിങ് വിട്ടാൽ മതിയോ? എങ്ങനെയാണ് വരുന്ന പ്ലേറ്റിംഗ് അത്ര പോരാന്നാണോ? വരുന്ന പ്ലേറ്റിംഗ് എത്ര ക്വാളിറ്റി കിട്ടത്തില്ല പ്ലേറ്റിങ്ങിന്. ഇതിപ്പോ എന്താ ചെയ്തിരിക്കുന്നത്? റീപ്ലേറ്റ് ചെയ്തത്. നമുക്ക് എനിക്ക് ഇതുപോലെ ആക്കി തരണം ഞാൻ പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരുമാതിരി ഒരു മങ്ങിയ കളറാ. അത് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ രണ്ട് മൽക്കാട് മാറുമ്പോൾ ഈ രണ്ട് മൽക്കാട് ഒന്നുകൂടെ റീപ്ലേറ്റ് ചെയ്യാം കേട്ടോ. ബാക്കി ഇതെല്ലാം പ്ലേറ്റ് ചെയ്യാം. സൈലൻസർ ഒറിജിനൽ സൈലൻസർ, ഇത് ചളുക്കമൊന്നുമില്ല. ചളുക്കമൊന്നുമില്ലാത്ത ഒറിജിനൽ സൈലൻസറാ. പിന്നെ പ്ലേറ്റ് എടുത്താൽ മതി. ഉടനെ എഞ്ചിൻ 1 by 1 ആയിട്ട് അഴിച്ചിട്ട് ഇവനെ നല്ലാണ്ട് ക്ലീൻ ചെയ്തെടുത്ത് പെയിന്റ് ചെയ്യാം. പിന്നെ ഈ ഇത്ര നാൾ ഓടായിരുന്നോണ്ട് ഈ എഞ്ചിൻ കഴിയുമ്പോൾ സ്റ്റാർട്ട് ആവാൻ വരുമ്പോൾ എരപ്പായിരിക്കും, ഭയങ്കര സൗണ്ട് ആയിരിക്കും. ബെയറിംഗ് എല്ലാം മാറും, ബെയറിംഗ് കിറ്റ് മാറും. അല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഫ്ലൂട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അന്ന് തൊട്ട്. ഓർമ്മയില്ലേ? ഫ്ലൂട്ട് കട്ട് ചെയ്തല്ലേ? അതെ. ഇത് ഐസക്കിന്റെ കയ്യിൽ നിന്ന് പണ്ട് നമ്മള് ഫസ്റ്റ് ഡെലിവറി എടുക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ഫ്ലൂട്ട് കട്ട് ചെയ്ത് ഇറക്കിയത്. അത് കൊണ്ടുവന്ന് ഫ്ലൂട്ട് കട്ട് ചെയ്താണ് ഇറക്കിയത്. പിന്നെ ഈ 2 സൈഡ് വ്യൂ മിറേഴ്സ് എടുത്തിരുന്നു. പക്ഷെ അതൊക്കെ പിന്നെ നമ്മൾ പോലീസ് പിടിക്കാൻ തുടങ്ങിയപ്പോൾ തിരിച്ച് ചെയ്തതാണ്. പിന്നെ നമുക്ക് ഒറിജിനൽ റെഡ് കളറിലേക്ക് പിന്നെ മാറ്റിയാൽ ഒറിജിനൽ റെഡ്. ഈ റെഡ് ആണോ മറ്റേ ഇതായിരുന്നു? ഈ റെഡ് ആയിരുന്നു വണ്ടി. അപ്പൊ അതിലേക്ക് തന്നെ മാറ്റാം. ഫ്യൂൽ ടാങ്ക്. പക്ഷെ അകം നല്ല കേട്ടോ. ആണല്ലേ? ഇത്ര നാളെ ഓടായിരുന്നു അകം തുറന്നു പോയി, നല്ല ക്ലിയർ ആകും. ശരി. എന്ന് വെച്ചാല് ദാരിദ്ര്യകാലം ആയിരുന്നോണ്ട് അധികം പെട്രോളൊന്നും അടിച്ചിട്ടില്ല. വല്ലപ്പോഴൊക്കെ അകം കണ്ടോ? നല്ല ക്ലീൻ അല്ലേ? അടിപൊളി. ഒറിജിനൽ സാധനമായിട്ടോ, മനസ്സിലായോ? അതെ, ശരിയാ. അതെ. ഇപ്പം ഇതിന്റെ എല്ലാ പാർട്സും ഇപ്പൊ അവൈലബിൾ ആണോ? എല്ലാം ജെനുവിൻ അല്ല, പക്ഷെ ജെനുവിന് അത്ര കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള സാധനം. ജെനുവിനൊന്നും വരുന്നൊന്നുമില്ല. ഈ ഡൽഹി സാധനം ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ നമ്മൾ ഇതെല്ലാം മാറ്റി കഴിഞ്ഞാൽ ഇത്രയും ലൈഫ് കിട്ടില്ലെന്നാണോ? അതിനൊന്നും ഇല്ല, കുഴപ്പമില്ല. കുറച്ച് ഒരു ബെറ്റർ ക്വാളിറ്റിയാ. ആണല്ലേ? പിന്നെ ഹെഡ് ലാമ്പ് പോലുള്ള കാര്യങ്ങളോ? ഹെഡ് ലാമ്പ് ഇതെല്ലാം ഒറിജിനൽ, ഇതെല്ലാം മാറണം. ഉണ്ടോ? ഒറിജിനൽ ആയിട്ട് തന്നെ വെച്ചാൽ പോരെ? ഇത് ഫുൾ ഒറിജിനൽ ആയിട്ട് തന്നെ മതി. അതുപോലെ മതി. എന്നിട്ട് നമുക്ക് ബുക്കൊക്കെ ഒന്ന് കറണ്ടാക്കി നമുക്കൊന്ന് ഓടിച്ചു തുടങ്ങാം അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഒരു ഭയങ്കര സംഭവമാണ്. നമ്മൾ പറയല്ലേ, ഈ പണ്ട് നമ്മൾ ഈ മറ്റേ എന്റെ പ്രസവം എടുത്ത ഡോക്ടറാന്നൊക്കെ നമ്മൾ 50 വയസ്സ് കഴിഞ്ഞിട്ട് ഓരോ ഡോക്ടർമാരെ കാണുമ്പോൾ പറയുന്ന പോലെയാണ്. ഇത് പണ്ട് പ്രസവിച്ച് ഐസക്കിന്റെ കൈകളിലേക്ക് വീണ വണ്ടിയാണ്. വീണ്ടും ആഫ്റ്റർ 35 years ഐസക്കിന്റെ കയ്യിലേക്ക് തിരിച്ചെത്തിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രായം മനസ്സിലാവും അല്ലേ? ഐസക്കെ 35 വർഷമായ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രായം കണ്ടോണ്ടിരുന്നവർക്ക് മനസ്സിലാവും അല്ലേ? അതാണ് ഒരു കുഴപ്പം. അപ്പൊ എന്തായാലും ഐസക്കിന്റെ കാര്യത്തിൽ ഏൽപ്പിച്ചു പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഗ്യാരണ്ടിയാണ്. കാരണം ഐസക്ക് അത്രയും വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഐസക്കിനെ ഞാൻ ഈ എന്താ കണ്ടേ ഇരട്ടക്കുട്ടികളെന്ന് പറഞ്ഞല്ല, ഐസക്കിനെ ഈ യമഹയിലെല്ലാം ഞാൻ കണ്ടിട്ടേ ഇല്ല അല്ലേ? പണ്ട് തൊട്ട് ഈ യമഹയിലാണല്ലോ നമ്മുടെ വീടിന്റെ മുന്നിൽ കൂടെ രാവിലെ 8:30 എന്ന് പറഞ്ഞ് പോകുന്ന ശബ്ദം കേൾക്കും. അപ്പൊ ഇനിയിപ്പോ എന്താ വേണ്ട? ഇതിപ്പം ഞാൻ അഴിച്ചിട്ട് ഞാൻ ബൈക്കിനെ വിളിക്കാം. എന്നിട്ട് ഞാൻ വീടിന്റെ ആധാരമായിട്ട് പറഞ്ഞോ? ആധാരം അവിടുത്തെ ആധാരം വലിയ കുഴപ്പമില്ല, നല്ല വില കിട്ടും. ആ വീടിന്റെ തന്നെ വലിയ വീടിന്റെ തന്നെ ആധാരം വേണ്ടി വരും അല്ലേ? അപ്പം എന്തായാലും എല്ലാം പൊളിച്ച് അടുക്കിയിട്ട് തന്നെ വിളിക്കേ, എന്നിട്ട് നമുക്ക് തുടങ്ങാൻ പരിപാടി അല്ലേ? ഓക്കെ. അപ്പം ഐസക്ക് ചെയ്യേണ്ട വേറൊരു കാര്യം, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെ വീഡിയോ എടുത്തു വെക്കണം. ഓക്കെ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഏൽപ്പിക്കുകയാണ് എൻ്റെ കുഞ്ഞിനെ. ഓക്കെ, ബൈ. ഐസക്കെ വണ്ടി നോക്കിയിട്ട് കാണുന്നില്ല, ഇവിടെ മൊത്തം പീസുകളാണല്ലോ. ആ ആ ആ ഓ, ടയർ പുതിയതായി. പുതിയത്. ഓക്കെ. ഓ, അത് മാറി. ഓക്കെ. പിന്നെ വൈറ്റ് പെയിന്റ് അടിക്കാനുള്ള എല്ലാ വഴിയും ചെയിൻ കവർ അടിച്ച ഹെഡിന്റെ കവർ, എൻജിൻ കവർ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കണം. അപ്പൊ എഞ്ചിൻ അഴിച്ചപ്പോൾ അവസ്ഥ എന്തായിരുന്നു? പിസ്റ്റൺ ബോർഡ് ചെയ്തിട്ടുണ്ട്, പുതിയ മിഷനായിരുന്നു. പിന്നെ കണക്കണ്ടാട് പോയാണ്, കണക്കണ്ടാട് ബെയറിങ്ങും പിന്നും മാറി റീസെറ്റ് ചെയ്തിട്ടുണ്ട് കണക്കണം. അപ്പം ഇനിയിപ്പോൾ എൻജിൻ കഴിഞ്ഞ സെൻറ്റർ ബഫ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്.
അത് കിട്ടിയാൽ അവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ വണ്ടി മൊത്തത്തിൽ പെയിന്റ് ചെയ്യാനായിട്ട് പ്ലാറ്റ്ഫോം ഒക്കെ പെയിന്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി. ബ്ലാക്ക് പീസുകളൊന്നും കിട്ടിയിട്ടില്ല. ഓ എഞ്ചിൻ കേസ് കിട്ടിയിട്ടില്ല. ഇത് കിട്ടിയാണ് അതെവിടെയാണ് നമ്മളിപ്പോൾ പെയിന്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്? ആ അവിടെയാണ് ചെയ്യുന്നത്. അപ്പം ഈ മറ്റേ ലൈറ്റിൻ്റെ ഭാഗങ്ങളും എല്ലാം ഹെഡ്ലൈറ്റിൻ്റെ ഭാഗമൊക്കെ നമ്മൾ പ്ലേറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അത് മൊത്തം മാറുകയാണ്. ആ അതൊക്കെ എവിടെ നമ്മളിപ്പോൾ വാങ്ങിക്കുന്നത്? ആണല്ലേ? ആ ശരി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ RS100 എന്ന് എഴുതിയ എഴുത്തൊഴിച്ചെല്ലാം പുതിയതാവുകയാണ്. എല്ലാം പുതിയതായി. അതെ, ഐസക്കിൻ്റെ വണ്ടി ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഈ കാണുന്ന ചെറിയ ഈ ലൈനൊക്കെ ഇല്ലേ, ഈ ലൈൻ അതിൽ വരുന്നതാ? അത് ടാങ്കിൽ തന്നെ വരുന്നതാണ്. ഓ അടിക്കാം. അപ്പോൾ നമ്മുടെ ഈ യമഹ എന്നുള്ളതും അതുപോലെ RX എന്നുള്ള ഈ ബാഡ്ജിങ് ഒക്കെ നമുക്ക് നമ്മുടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? അതെല്ലാം വേറെ വരും, കിട്ടും, എല്ലാം അത് കിട്ടും. അടിപൊളി. അപ്പം ആ ഓ ആ ലോകം മാറും. ശരി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക ബേസിക് സാധനം ഇതാണ്, ഈ വണ്ടിയാണ് നമ്മൾ. ആ ഈ സൈഡ് മിറേഴ്സ് നമുക്ക് അതെല്ലാം അറിയാം. അത് നമുക്ക് ഒരെണ്ണം മതിയേ. ആ റൈറ്റ് സൈഡിൽ പോയി ആണോ? നമുക്ക് ഇത്ര നമുക്കപ്പോൾ ഇത്തിരി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതല്ലാത്ത ഇത് ഇത്തിരി ഇത് തന്നെ ആണല്ലേ? അപ്പോൾ ഇത് തന്നെ ഓ നമ്മൾ ഓർമ്മയുണ്ടോ, നമ്മളിത് എടുത്ത് ഫസ്റ്റ് വണ്ടി എടുത്തിട്ട് വരുന്ന വഴി തന്നെ ഇത് രണ്ടും അഴിച്ചു വെച്ചു. പക്ഷെ ഇപ്പോൾ പറ്റില്ല, ഇപ്പോൾ പിടിക്കും. അന്നൊക്കെ പിന്നെ നമ്മൾ അത് പിന്നെ സൈലൻസൊക്കെ നമ്മൾ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത് സൗണ്ട് കൂട്ടി. ഇനി അതൊന്നുമില്ല, കാരണം മാന്യമായ ജീവിതമാണ് ഇപ്പം. അതുകൊണ്ട് എല്ലാം ശരിക്കും എങ്ങനെയാണോ അതുപോലൊക്കെ തന്നെ മതി. ആ ഓ ഓക്കെ ഓക്കെ. ആ ഇതിപ്പോൾ എത്ര വർഷമായിരുന്നു? ഇത് നമ്മുടെ ഏകദേശം അതേ വർഷമാണ്. 90 ആ 35 വർഷമായിട്ട് പോലും പൊല്യൂഷനൊക്കെ ഗംഭീരമായിട്ട് കടന്നുകൂടിയ ആളാണ് ഇദ്ദേഹം. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങനെ തന്നെയാണ്. അതിനുശേഷം നമുക്ക് പേപ്പറൊക്കെ ഒന്ന് ഇതുവരെയുള്ള ടാക്സൊക്കെ എടുത്ത് കറണ്ടാക്കി ഉപയോഗിച്ച് തുടങ്ങാം അല്ലേ? അപ്പം ഓ എല്ലാം മാറി. ഓ ഓ ആ അതാ പറഞ്ഞ നമ്മുടെ ചെയ്സ് ഒഴിച്ചെല്ലാം പോയി. ആ അതെ അത് മതി. ഇപ്പം ഈയിടെ ആയിട്ടൊക്കെ കുറേ RX ഇതുപോലെ നല്ലപോലെ റീസ്റ്റോർ ചെയ്ത് ഓടുന്നുണ്ട്. ഇപ്പം നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടി ഇന്ന് രാവിലെ ഞാൻ കണ്ടു. നല്ല സൗണ്ട് ഞാൻ കേട്ടിങ്ങനെ നല്ല രസീകനായിട്ട് അല്ലേ? ആ അപ്പം ഇവിടെ വരുന്നതിൽ ഇപ്പം ഹോണ്ടയുടെ ആണല്ലോ ഇവിടെ ബോർഡ് വെച്ചേക്കുന്നത്. അപ്പം ഇല്ല ആ അതേ ഉള്ളൂ. ബാക്കി ഇവിടെ വരുന്നതെല്ലാം ഹോണ്ടയാണല്ലേ? ഹോണ്ടയാണ്. ആ അപ്പോൾ ഐസൊക്കെ നമ്മുടെ മറ്റേ യമഹ വിട്ടതിന് ചേട്ടൻ ഹോണ്ടയിലായിരുന്നുകൊണ്ട് ഹോണ്ടയുടെ ആൾക്കാരോട് കൂടുതൽ ഉള്ളൂ. ആ ആ ഷൈൻ്റെ ഏതാ വണ്ടി ഇപ്പം? ഹോണ്ടയല്ലേ? ആ ശരി. ആ ആ ആ ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളിനിയിപ്പം 1 മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായും നമ്മുടെ വണ്ടിയായി തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇടയ്ക്ക് വീണ്ടും 1-2 തവണ കൂടെയൊക്കെ വന്ന് ഐസൊക്കെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഏതായാലും ഈ കാണുന്ന അത്ര സാധനങ്ങളാണ് വണ്ടിയുടേതായിട്ട് ബാക്കിയുള്ളത്. എല്ലാം നല്ല സ്റ്റൈലായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് വന്നിരിക്കുന്നത്. ഇത് സ്പ്രേ അല്ലേ? സാധാ അലുമിനിയം അല്ല, വൈറ്റ് മെറ്റാലിക്. ആ ആ നമ്മുടെ നമ്പർ പ്ലേറ്റ് ആണ് ഇവിടെ ഇരിക്കുന്നത്. നമ്പർ പ്ലേറ്റ് നമുക്ക് ഇനി എങ്ങനെയാണ് നമുക്ക് ആ അതെ ആ ടൈപ്പ് തന്നെ ആക്കാം. ആ ടൈപ്പ് ആക്കാം. യെസ് അതാക്കാം. എന്നിട്ട് ഇത് കളയരുത്, ഇതൊക്കെ തിരിച്ചു തരണം. എൻ്റെ പഴയത് ഓർമ്മയ്ക്കായിട്ടിരിക്കട്ടെ. ആദ്യത്തെ നമ്പർ പ്ലേറ്റ് അത് കട്ട് ചെയ്ത് ഒട്ടിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്നൊക്കെ അങ്ങനെയാണല്ലോ, സ്റ്റിക്കർ ഒട്ടിക്കണല്ലോ. അതൊക്കെ എനിക്ക് ശാസ്ത്രം കൊണ്ട് ഒട്ടിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ നൊസ്റ്റാൾജിയ തിരിച്ചു വരുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു ഐസൊക്കെ. അപ്പോൾ ഇനി ഇടയ്ക്ക് വരാം. ഓക്കെ ആ ശരി.
അപ്പോൾ നമ്മൾ ഐസക്കിനെ നമ്മുടെ പഴയ RX100 ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ 1.5 മാസം പിന്നിടുകയാണ്. ഇന്നലെ ഐസക്ക് വിളിച്ച് പറഞ്ഞു എല്ലാ പണിയും തീർന്നിട്ടുണ്ട്, വണ്ടി വന്ന് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നിരിക്കുകയാണ്. സെപ്റ്റംബർ 27-നാണ് നമ്മൾ കൊടുത്തത്. ഇന്നിപ്പോൾ നവംബർ 12 എന്ന് പറയുമ്പോൾ 1.5 മാസം പോലും എടുത്തില്ല. ഒന്നിട്ട് പടമൊക്കെ അയച്ച് തന്നു, ഗംഭീരമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരിട്ട് തന്നെ കാണാം. നമസ്കാരം ഐസക്കെ. നമസ്കാരം. വാവ്, ഇതാ ഇരിക്കുന്നു നമ്മുടെ യമഹ RX100 കിടിലൻ. താങ്ക് യു. വെൽക്കം. ഞാൻ ഐസക്കിനോട് പറഞ്ഞത്, ഐസക്കെ വണ്ടി ആദ്യം എടുത്തോണ്ട് വന്നപ്പോൾ എങ്ങനെയാണോ ഇരുന്നിരുന്നത് അതേപോലെ ആക്കി തരണം എന്നാണ് പറഞ്ഞത്. 35 വർഷം മുമ്പ് എങ്ങനെയാണോ കോട്ടയത്തെ പുരക്കൽ മോട്ടോഴ്സിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് അതേപോലെ ആക്കി തന്നിരിക്കുകയാണ്. ഞാൻ അന്ന് ഐസക്കിനോട് പറഞ്ഞ ഐസക്കിൻ്റെ ഏതാണ്ട് അതേ പ്രായമുള്ള RX100 ആണ് ഈ ലെഫ്റ്റിലിരിക്കുന്നത്, ഇതേപോലെ ആക്കി തരണം എന്നാണ് പറഞ്ഞത്. അതിനൊക്കെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എത്ര രൂപയായി കാണും എന്നുള്ളതാണ്. RX100ൻ്റെ എല്ലാ പാർട്സും നല്ല വിലയുള്ളതാണ്. പിന്നെ സോഴ്സ് ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ. ഏതാണ്ട് 92,000 രൂപയാണ് ഇത് നന്നാക്കി എടുക്കാൻ വേണ്ടി ഈ ഒരു പരുവത്തിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആയത്. ഇത് വാങ്ങിച്ചത് 19,000 രൂപയ്ക്ക് അല്ലേ. 35 വർഷം 19,900 അങ്ങനെ വരുന്നത്. അമ്മ എന്ന ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുന്ന് PF ന്ന് ലോൺ എടുത്താണ് എനിക്ക് വാങ്ങിച്ചു തന്നത്. അതിനുശേഷം ഇപ്പം എത്രയോ ഇരട്ടി പൈസയായി ഇപ്പം നമ്മൾ അതൊന്ന് രജിസ്റ്റർ എടുക്കാൻ വേണ്ടി. എന്തായാലും എന്താണ്, നമ്മുടെ ഒരു കാലത്ത് ഈ KK റോഡിൻ്റെ ഒരു ഹൃദയ താളമായിരുന്നു നമ്മുടെ ഈ RX. അപ്പം ഇതിൻ്റെ നമ്മളന്ന് ഫ്ലൂട്ട് കട്ട് ചെയ്ത് സൗണ്ട് കൂട്ടിയായിരുന്നു. ഇപ്പം എന്താ അവസ്ഥ? നമ്മൾ ആ ഫ്ലൂട്ട് എടുത്ത് കളഞ്ഞിട്ട് ഒറിജിനൽ ഫ്ലൂട്ട് ആയിരിക്കും. ഒറിജിനൽ ഫ്ലൂട്ട് അല്ല, ഒരു എക്സിക്യൂട്ടീവ് സൗണ്ട് ഉണ്ടല്ലോ, അതായിട്ട് അത് മതി. 35 വർഷമുള്ള പ്രായമല്ലാത്തതുകൊണ്ട് ഇനി ശബ്ദം അതെ. അന്ന് കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് ചങ്ങനാശ്ശേരി NS കോളേജ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയ അമ്മ വാങ്ങിച്ചു തന്ന വണ്ടിയത്. അപ്പം അന്ന് ഞാൻ പിന്നെ പാമ്പാടി ടു ചങ്ങനാശ്ശേരി ദിവസവും പോയി വന്നുകൊണ്ടിരുന്നത് ഇതിലായിരുന്നു. അങ്ങനെ ആ കാലത്ത് RX100 എന്ന് പറയുന്ന ഒരു ഭയങ്കര സംഭവമായിരുന്നല്ലോ. അത് എല്ലാവരുടെയും മുന്നിൽ ആളാകാൻ ഏറ്റവും പറ്റി. ഇതിൻ്റെ മുകളിൽ ആളാകണമെങ്കിൽ RD 350 വേണമായിരുന്നു. എങ്കിലും ഗംഭീരമായിട്ടുണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിച്ച് ഐസക്കെ, സൗണ്ട് കേൾക്കട്ടെ. ആഹാ, ഏത് കാലത്ത് കേട്ടാലും ഉണ്ടല്ലോ നമ്മളാ പഴയ കാലത്തേക്ക് തിരിച്ചു പോകും. അമ്മാതിരി സൗണ്ടാണ്. ഫ്ലൂട്ടിലും കട്ടയായിട്ടില്ല, ഒന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഒറിജിനൽ ഫ്ലൂട്ട് തന്നെ. ഈ വണ്ടി കാണുമ്പോൾ ഉള്ളൊരു സുഖവും, അതിപ്പം എൻ്റെ വണ്ടി ആയതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടല്ല, ഇത് കാണുമ്പോൾ ഒരു സന്തോഷവും ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു സുഖവും വേറെ ഒരു വണ്ടിക്കും അല്ലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും കൊതിയാവുന്നു. ഇപ്പോഴത് വിറ്റ നല്ല പൈസ കിട്ടില്ലേ? ഒരു 1.5 വിളി കിട്ടും. അത്രേ ഉള്ളൂ. എന്നല്ല അത്രേ ഉള്ളൂ, രണ്ടും കിട്ടണ്ടല്ലേ ഇല്ലല്ലേ. എന്തായാലും നമ്മൾ വിൽക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പം സ്ഥിരമായി ഞാൻ, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, ഭയങ്കര വണ്ടിഭ്രാന്തനാണ്. അദ്ദേഹത്തിന് ഓടിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്യും. കാരണം എനിക്കധികം 2 വീലർ ഞാൻ അങ്ങനെ ഓടിക്കാറില്ല. എന്തായാലും ഇത് അന്ന് ഇതിൻ്റെ രസകരമായ കാര്യം വെച്ചാൽ 35 വർഷം മുമ്പ് ഞാനിത് പുരക്കൽ യമഹയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് പണിതുകൊണ്ടിരുന്ന മനുഷ്യനാണ് ഈ നിൽക്കുന്ന ഐസക്ക്. അതിനുശേഷം 35 വർഷത്തിനിടയ്ക്ക് ഒരു തവണ ഇതേപോലെ ഒന്ന് രജിസ്റ്റർ ചെയ്തു. നമ്മൾ അത് വീട്ടിൽ ചെയ്തു. ഐസക്കിന്റെ വീട്ടിൽ കൊണ്ട് ഞാൻ കൊടുത്തിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം വീണ്ടും രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇനി രജിസ്റ്റർ ചെയ്യാൻ ഞാൻ കൊണ്ടുവരില്ല കേട്ടോ. ഇത് ഞാൻ ഉപയോഗിച്ച് ഐസക്കിന് ഒരു പ്രതീക്ഷ വേണ്ട, ഇത് ഞാൻ കൊണ്ടുവരില്ല. അല്ല, ഇനിയിപ്പോ രജിസ്റ്റർ ചെയ്യണ ഒരു 10 വർഷം കഴിയണം. 10 അല്ല. അതല്ല, അതുവരെയൊക്കെ നമ്മളൊക്കെ ഉണ്ടെന്നുള്ള കാര്യമൊന്നും അറിയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റാത്ത കാലമാണല്ലോ. അപ്പം എന്തായാലും ഇതുപോലെ നമ്മൾ റീകണ്ടിന്യൂ ചെയ്താൽ ഒരു വണ്ടിയില്ല. എത്ര ഒറിജിനാലിറ്റി ഒറിജിനാലിറ്റി. അതെ, അത് നമ്മൾ കൈ അയച്ചങ്ങ് ചെയ്തു. ഐസക്കിന് ഫുൾ ഫ്രീഡം കൊടുത്ത് ചെയ്സാണ്. വേറെ രസം വെച്ചാൽ അന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമ്പം എനിക്ക് പറഞ്ഞിട്ടുണ്ട്, അമ്മയെ ഞാനും കൂടെ പോയി വാങ്ങിച്ചു. അമ്മയെ ഇതിന്റെ ബാക്കി എടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വേഗം തിരിച്ചു വന്നിട്ട് ഫ്ലൂട്ടും കട്ട് ചെയ്തു. ഈ രണ്ട് കണ്ണാടി എടുത്ത് കളഞ്ഞിട്ടാണ് വഴിയിലേക്ക് ഇറങ്ങിയത്. പക്ഷെ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നിയമവിരുദ്ധനായിട്ട് ജീവിച്ചൊരു കാലമാണ്. ഇപ്പം നിയമവിധേയനായിട്ട് ജീവിക്കുന്നുണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നമുക്കിത് ഞാൻ കോട്ടയത്ത് പാമ്പാടിയിൽ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ഒന്ന് കറണ്ട് ആക്കണം. ഇപ്പം കുറെ കാലമായിട്ട് നമ്മൾ ടാക്സ് ഒന്നും അടച്ചിട്ടില്ല. സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തോണം കേട്ടോ. വണ്ടി ഓടിക്കാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി ഓടിക്കും. അതുപോലെ തന്നെ ഈ നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ ഫുൾ ടാങ്ക് ഒരു 5 ലിറ്റർ പെട്രോൾ അടിക്കുകയാണെങ്കിൽ ഒരു 50 ml ഓയിലോട് ഒഴിച്ചാൽ പമ്പ് ഓട്ടോമാറ്റിക് പമ്പ് ഉണ്ട് ഇതിനകത്ത്. ആദ്യത്തെ ഫസ്റ്റിലെ വാങ്ങിക്കും മാത്രം. അത് ഈ ഓയിൽ ഈ ടാങ്കിനകത്തൊന്ന് ഓയിലിനെ പിടിക്കാൻ വേണ്ടി. അപ്പൊ എത്ര കാലം അങ്ങനെ ഒഴിക്കണം? വേണ്ട, ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം ഒഴിച്ചാൽ മതി. 5 അടിക്കുന്നുണ്ടെങ്കിൽ അടിച്ചാൽ അല്ല അടിക്കുകയും ചെയ്യണ്ട കേട്ടോ. അത് നമുക്ക് പമ്പുണ്ട്. 1000 ഇതുണ്ടോ, ഇത് ഓയിൽ ടാങ്ക് ഉണ്ട്. ഈ ഓയിൽ ടാങ്കിൽ ഈ 1,200 ഈ ടാങ്കിന്റെ കപ്പാസിറ്റി.
അത് 1200 കിലോമീറ്റർ ഓടുന്ന വരെ ഉള്ള ഓയിലുണ്ട് ഉണ്ട്. അതേ ഓയിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്കറിയാമല്ലോ. ഗേജ് ഉണ്ട്, ഗേജ് നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ആദ്യം ഒഴിക്കുമ്പോൾ മാത്രം 50 ഓയിൽ ആദ്യം 5 ലിറ്റർ 5 അടിക്കുന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ നല്ല ഒഴിക്കുകയും വേണം കേട്ടോ. അത് ഭയങ്കര പുകയായിരിക്കും. ഇപ്പൊ എന്താ വെച്ചാലേ നമ്മളിപ്പം കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ കുറച്ചു കാലം ഉപയോഗിക്കുന്നില്ല, അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് ഫില്ല് ചെയ്താൽ മതി. അത്യാവശ്യം വീട്ടിലെത്താനുള്ള ഉണ്ടല്ലോ. വേറൊരു കാര്യമുള്ള ഇത്തരം വണ്ടികൾ ടൂ സ്ട്രോക്കിന്റെ പ്രധാന പ്രശ്നം പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്നലെ തന്നെ ഒറ്റ കാണിച്ചോട്ടെ പൊല്യൂഷൻ, സൈലൻസർ ക്ലിയർ, എഞ്ചിൻ ക്ലിയർ, എല്ലാം ക്ലിയർ, കാർബണേ ഇല്ലല്ലോ, പൊല്യൂഷൻ വെളിയിലോട്ട് വരുന്നില്ല. അതെ, അപ്പൊ അങ്ങനെ അതും ക്ലിയർ ആയി. അങ്ങനെ മൊത്തത്തിൽ ക്ലിയർ ആയിരിക്കണം. 35 വർഷം കാണിച്ചപ്പോഴേ ഓക്കെ. 35 വർഷം കഴിഞ്ഞിട്ടും അതൊക്കെ ക്ലിയർ ആയി എന്ന് പറയുന്നത് യമഹയുടെ ഒരു സംഭവമാണ്. എന്തൊക്കെ പറഞ്ഞാലും യമഹ RS100നോടും മറ്റൊന്നുമില്ല എന്ന് വീണ്ടും പ്രഖ്യാപിച്ചുകൊള്ളുന്നു. അപ്പൊ അതിനുശേഷം ഐസക്ക് പുരക്കലുകാരി യമഹയുടെ വിട്ടു ഹോണ്ടയായി. അപ്പൊ വീണ്ടും ഹോണ്ടയിലായിരുന്നു. ഇപ്പൊ വടവാതൂര് ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്. കുറച്ച് വണ്ടികളൊക്കെ ഏറ്റവും അടുപ്പമുള്ള കുറച്ച് വണ്ടികളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് യമഹ RS100 റീസ്റ്റോർ ചെയ്യണമെങ്കിൽ ഐസക്കിനെ സമീപിച്ചാൽ മതി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഐസക്ക്. വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് എന്നുള്ള ഒരു സംശയമില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് വാങ്ങിച്ചു തന്ന ആള് അവസാനം വീണ്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 35 വർഷത്തിനടുത്താകുന്നു. അന്ന് എന്തായിരുന്നു നമ്മുടെ ഇത് പി എഫ് ഇന്ന് ലോൺ എടുത്ത് അന്ന് ചെറിയ ശമ്പളം. അപ്പോൾ പള്ളത്തിൽ ഞാൻ ജോലി ചെയ്യുവാണ്. അങ്ങനെ പി എഫ് 20,000 രൂപ ലോൺ എടുത്ത് ഒത്തിരി ബാക്ക് ഹിസ്റ്ററി ഉണ്ട്. അവനതും കൊണ്ട് അന്നൊക്കെ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് വേണം പാസ്സാക്കാൻ. അവനതും കൊണ്ട് തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരം ഒന്നും അറിയാത്തൊരു കാലമാണ്. എന്നാലും അന്ന് അവൻ പോയി അത് പാസ്സാക്കി കൊണ്ടുപോകാൻ ഓഫീസിൽ വന്നു. അപ്പം തന്നെ ചെക്ക് എഴുതി. ഞാനും അവനും കൂടെ അന്നേരം തന്നെ കോട്ടയം കളക്ടറിൻ്റെ അവിടെ പുരയ്ക്കൽ വന്നു. 19,900 അല്ലേ? 19,900 രൂപ. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയപ്പോൾ എന്തുകൊണ്ട് വാങ്ങിച്ചു എന്നൊരു ചോദ്യം ഉണ്ടാകും. കാരണം സാധാരണ ഡിഗ്രി ഫൈനൽ ഇയർ ആയിട്ടാണല്ലോ ഫസ്റ്റ് ക്ലാസ് കിട്ടി വാങ്ങിച്ചത്. അതെ, പ്രീ ഡിഗ്രിക്കാരത്ത് അമ്മാതിരി ഉഴപ്പായിരുന്നു. ഒരു വർഷം അറ്റൻഡൻസ് ഷോർട്ടേജ് കാരണം കോട്ടയം CMS കോളേജ് പഠിക്കുമ്പോൾ എഴുതിപ്പിച്ചില്ല എക്സാം. അങ്ങനെ 3-ാം വർഷം ഹയർ സ്റ്റഡീസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രീ ഡിഗ്രി കാണുന്നത്. അപ്പോൾ ആ സമയം ഓഫർ മാത്രമല്ല, ഇവരൊക്കെ ഞെട്ടിപ്പോയി. അതിനുശേഷം ഡിഗ്രിക്ക് വന്ന് ഫസ്റ്റ് ഇയർ തന്നെ ഫസ്റ്റ് ക്ലാസ് ഒക്കെ വാങ്ങിച്ചപ്പോഴത്തേക്കും, കാരണം ഏതാണ്ട് ഒരു 9-ാം ക്ലാസ് വരെയൊക്കെ എപ്പോഴും ഫസ്റ്റ് റാങ്ക് ഒക്കെ പഠിച്ച് 10 തൊട്ടായിരുന്നു നമ്മുടെ ഉഴപ്പൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ഫസ്റ്റ് ക്ലാസ് കിട്ടിയപ്പോൾ ഞെട്ടലിൽ ആണ് അങ്ങനെ ഒരു ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ്. എന്തായാലും 34 വർഷം ആയിരിക്കുന്നു. 7 വർഷത്തോളം ഉപയോഗിക്കാതെ ഫ്ലാറ്റിന്റെ ഗാരേജിൽ ഇരുന്നു. ഇപ്പൊ കൊണ്ടുവന്ന് പുതുപുത്തൻ വണ്ടിയാക്കി. അല്ല, അതിനൊരു കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക് ഇഷ്യൂ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അധികം 2 വീലർ ഓടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഇരുന്ന് പോയത്. പക്ഷേ അതിനുശേഷം പിന്നെ ഒരു ബാറ്ററി ഒന്ന് ഡൗൺ ആയി. അതുവരെ ഞാൻ കുറച്ചൊക്കെ ഓടിക്കായിരുന്നു. ബാറ്ററി ഡൗൺ ആയിട്ട് പിന്നെ അങ്ങ് ഇരുന്ന് പോയി. അപ്പോൾ എന്തായാലും ഇപ്പം അന്ന് വാങ്ങിച്ച് കൂടെ കൊണ്ടുവന്നതിലും കുട്ടപ്പനായിട്ടല്ലേ ഇരിക്കുന്നത്. അതെ, അതിലും ഭംഗിയായിട്ട് തന്നെ. ഇപ്പോൾ ഐസക്കിന് 100 താങ്ക്സ്. ഐസക്ക് ഇല്ലെങ്കിൽ ഇതിങ്ങനെ വരികയല്ലോ കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും. കാരണം അന്ന് എടുത്തപ്പോഴും ഐസക്ക, ഇപ്പോഴും ഐസക്ക. അന്ന് ഐസക്കാണ് എടുത്തു തന്നത്. എന്തായാലും റീസ്റ്റോർ ചെയ്യാൻ എടുത്തതിനൊക്കെ 5 ഇരട്ടി പൈസ ആയെങ്കിൽ പോലും സാധനം പുതിയതാണ്. ഇനി പിന്നെ കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ഒന്ന് കറണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിന് ഞാൻ കുറച്ച് കാലം ഓടിക്കാൻ കൊടുക്കാം. ആദ്യം എന്നെ അവൻ ഞങ്ങൾ കളക്ടറിൻ്റെ അവിടെ നിന്ന് പെട്രോളൊക്കെ അടിച്ച് എന്നെ പുറകെ കയറ്റിയിരുത്തി വീട്ടിൽ കൊണ്ടുവന്നു. അതെ, പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഇവിടെ പിന്നെ എന്താ പറയണ്ട, നമ്മുടെ ഈ വാഹനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പവർ കാണിക്കണല്ലോ. അതിന് നാട്ടുകാർ മുഴുവൻ അച്ഛനടുത്തും ഉമ്മടുത്തും പരാതിയായിരുന്നു, ഇത് ഓവർ സ്പീഡാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറയുന്നവരുടെ മുന്നിൽ കൂടെ വീണ്ടും നമ്മൾ ഭയങ്കര സ്പീഡിൽ പോയി ആളാകുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്ന്, അറിയില്ല ആ ഒരു പ്രായത്തിൻ്റെ. പിന്നെ ഫ്ലൂട്ടൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു ബഹളമൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഏതായാലും വീണ്ടും പ്രായമൊക്കെ ആയി അടങ്ങി ഒതുങ്ങിയൊക്കെ ഇനി ഓടിക്കുള്ളൂ. അന്ന് ഭയങ്കര അഭിമാനവും സന്തോഷവും തോന്നുന്നു. ഇത് ഈ കണ്ടീഷനിൽ ഇത്രയും വർഷമായിട്ടും തിരിച്ചു വന്നല്ലോ. അതിന് തീർച്ചയായിട്ടും ഐസക്കിനാണ് നമ്മൾ നന്ദി പറയേണ്ടത്. അല്ലാതെ കാശ് കൊടുത്തോണ്ട് കാര്യമില്ല. ഐസക്ക് അത് നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ തുടക്കം മുതൽ ഐസക്കാണല്ലോ. ഐസക്കാണ് പുരക്കലിൽ നിന്ന് എടുത്തു തന്നത്.
അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് പോയതും അവിടുന്ന് അത് എടുക്കാൻ കാരണം. എന്തായാലും ഐസക് യാക്സിന്റെ നാഥൻ എന്നല്ലോ എഴുതി ഒരു സ്റ്റിക്കറൊക്കെ പതിക്കേണ്ടതാണ്. എന്തായാലും ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു. 34 വർഷമായിട്ട് ഈ വണ്ടി കളഞ്ഞില്ല എന്നുള്ളതിൽ അവനോടും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. ഇന്നത്തെ അങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് കളയൊന്നുമില്ല, എല്ലാ കാലത്തും ഉണ്ടാവും. അപ്പൊ എന്തായാലും ഐസക്കിനോട് വീണ്ടും നന്ദി പറയുന്നു അല്ലേ? അതെ, പിന്നെ തീർച്ചയായിട്ടും ബൈ ബൈ. നിങ്ങൾക്കും ഇതുപോലെ യമഹയൊക്കെ റീസ്റ്റോർ ചെയ്യണമെങ്കിൽ ഐസക്കിനെ സമീപിക്കാം. കോട്ടയത്താണെന്നേ ഉള്ളൂ. നിങ്ങൾ എവിടെ, നിങ്ങളുടെ വീട് ദൂരെയൊക്കെ ആണെങ്കിലും അങ്ങനെ എത്തിച്ചു കൊടുത്താൽ ഗംഭീരമായിട്ട് ചെയ്തു തരും. പിന്നെ ഇത്തരം വാഹനങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും കാര്യമായ രീതിയിൽ ഇപ്പോഴും അതിന് സ്പെയർ പാർട്സ് കോസ്റ്റും പാർട്സിനൊക്കെ കോസ്റ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് പൈസയൊക്കെ ആവും. പക്ഷേ ഇതുപോലെ തന്നെ നമുക്ക് കണ്ടീഷനിൽ തിരിച്ചു വന്നു എന്നുള്ളതാണ്. പിന്നെ ഷോറൂമിൽ നിന്ന് എടുത്ത് അതേ ലുക്കിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാനപ്പോൾ അതിനിടയ്ക്ക് ഇതൊന്ന് ബ്ലാക്ക് ആക്കിയായിരുന്നു കേട്ടോ. ആ ബ്ലാക്ക് വീണ്ടും മാറ്റി ഞാൻ ഒറിജിനൽ പഴയ ആ റെഡ് തന്നെ ആക്കി. പിന്നെ രാജീവ് അളിയൻ കൊണ്ടുപോയിട്ട് അളിയനതിൻ്റെ എക്സോസ് പൈപ്പൊക്കെ കുറച്ചൊന്ന് മോഡേൺ ആക്കിയായിരുന്നു. അതൊക്കെ മാറ്റി നമ്മൾ പഴയ സ്റ്റൈലാക്കി. ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ കൊണ്ടു നടന്നാൽ മതി. അപ്പോൾ എന്തായാലും വീഡിയോ ഉണ്ട്, എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള കാലം യമഹ നമ്മളോട് തന്നെ ഉണ്ടാവും. ബൈ.